അകലം പാലിച്ചിരിക്കൂ. സാമൂഹിക അകലം പാലിക്കാൻ 24 മണിക്കൂറും പറയുന്നില്ല. കുറച്ചങ്ങോട്ട് തള്ളിയിരിക്കൂ. ഹലോ ഹലോ ഹലോ. ആ ഞാനേ ഇപ്പൊ എത്തും. ഇവിടെ അങ്ങോട്ടൊന്നല്ല ടെസ്റ്റ് ഉണ്ടല്ലോ കൊറോണയുടെ. RT-PCR എന്താണ്ടൊക്കെ പറയണം ഇംഗ്ലീഷില്. അപ്പൊ നിങ്ങൾ എന്തായാലും കാര്യം ചെയ്യും. നിങ്ങളൊരു കാര്യം ചെയ്യും. ആ കോൺക്രീറ്റ് കുഴച്ചിട്. അപ്പോഴത്തെ ഞാൻ എത്തും. ഒരു 10 പാക്കറ്റ് കഴിയുമ്പോൾ ഞാൻ എത്തും. സൈറ്റിലെത്തും. ഓക്കെ ശരി ശരി. ചേച്ചി മാസ്ക് കീറിയിരിക്കുന്നത്. അയ്യോ ഇത് കീറിയതല്ല, ഞാൻ കീറി ഇട്ടതാ. അതായത് പോലീസ് കാണുമ്പോ മാസ്ക് ഇട്ടൂന്ന് ചോദിച്ചാ ഇട്ടൂന്നും ആവും. എന്റെ പുതിയ ലിപ്സ്റ്റിക് എല്ലാരും ഒന്ന് കാണിക്കുകയും ചെയ്യാലോ. കൊറോണ വന്ന് മണ്ണടിച്ചാൽ ലിപ്സ്റ്റിക് ഉണ്ടാവുന്നില്ലേ? വിളിക്കാം. അങ്ങോട്ട് മാറി നിൽക്കൂ. അല്ല സാറേ ഞാൻ അത്യാവശ്യമായിട്ട് മാസ്ക് ഇടൂ. മാസ്ക് വയ്ക്കൂ. ഇത്രയും പേര് ക്യൂല് നിൽക്കുന്നത് കാണുന്നില്ലേ നിങ്ങള്? നിങ്ങൾ ക്യൂല് പോയി നിൽക്കൂ. എന്തൊക്കെ വേണം? ഒന്നും എടുത്തില്ലല്ലോ. പിന്നെ എന്തിനാ വന്ന നിങ്ങള്? ഇത് ചെയ്യാൻ വേണ്ടി. കോൺക്രീറ്റ് ചെയ്യാനല്ലേ നിങ്ങൾ വന്നത്? അല്ലല്ല, നിങ്ങൾ RT-PCR എടുക്കാൻ വന്നല്ലേ? ഓ ആധാറുണ്ടോ? ആധാർ എടുത്തില്ല. ഓ ആധാർ എടുത്തിട്ട് പാടോ? ഞാൻ വീട്ടിൽ വൈഫിനെ വിളിച്ച് പറഞ്ഞാൽ മതിയോ? അതെന്തെങ്കിലും ചെയ്യാം. അങ്ങോട്ട് മാറിപ്പോ. ശരിക്കും സാറല്ലേ പറഞ്ഞ വരൂ. പേരെന്താണ്? നിത. വാട്സപ്പ് എത്താൻ എന്തേ കാണിക്കുന്നത്? നേരല്ലേ എനിക്ക് ഈ തുരുമ്പ് കാണുമ്പോഴേ അങ്ങ് തുമ്മാൻ വരും. ഇതെങ്ങനെ ചെക്ക് ചെയ്ത്? അവരുടെ പ്രശ്നം എന്താണ്? തുമ്മല് ഭയങ്കര തുമ്മലാ. എനിക്ക് മൂക്കിലിടാൻ കാണുമ്പോഴേ തുമ്മാൻ വരുന്നു. ഇതിപ്പോ കാണുന്നുണ്ടല്ലേ വിഷയം. ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇട്ടോ. ഓക്കെ. ഇത്രേ ഉള്ളായിരുന്ന? അത്രേ ഉള്ളൂ. നിസാര കേസ്. അതങ്ങനെയാണ്. നല്ല വിട്ടോ. റിസൾട്ട് വേഗം കിട്ടുമല്ലോ. പിന്നെ പെട്ടെന്ന് കിട്ടും. റിസൾട്ട് ഇറങ്ങി വെളിയിൽ നിന്ന് പോരുത് കേട്ടോ. അങ്ങനല്ലേ? അതെ. അവിടെ വെക്കൂ. സാബുവിന്റെ അമ്മല്ലേ? നമ്മളെ സാബുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സാബു വന്നില്ലേ? ഇല്ല വന്നില്ല. മോൻ പറഞ്ഞു അപ്പഴേ വന്നാ മതി എന്ന് പറഞ്ഞു. ആണോ? സാബുവിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എല്ലാം ഇവിടെ പറയൂന്ന് പറഞ്ഞു. ഞാനുണ്ട് ഇവിടെ. പിന്നെ എനിക്ക് 2 എണ്ണം വേണം ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം തന്നപ്പോഴേ പയറ് കുറവായിരുന്നു. പയറ് അതെ വേറെ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു സാബു ഇവിടെ കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കാണും. അതായിരിക്കും വന്നത്. അല്ലാതെ RT-PCR എടുക്കാനൊന്നും ഇത് വരുമെന്ന് തോന്നുന്നുണ്ടോ? പഞ്ചായത്തിൽ നിന്നല്ലേ? പഞ്ചായത്തിൽ നിന്ന് കിറ്റ് അല്ല. ഈ 10ാം വാർഡിൽ എല്ലാവർക്കും RT-PCR എടുത്ത് കൊടുക്കുന്നുണ്ട്. RT-PCR കൊറോണ ടെസ്റ്റ്. സാബുന്റെ പിടിച്ചെങ്ങനെയാ ചെയ്ത്? പാവം കിടന്ന് കളിക്കുന്നുണ്ട്. വരൂ, അടുത്ത ആള് വരൂ. നിങ്ങളങ്ങോട്ട് മാറിക്കൂ. വരൂ. ഭാര്യ വന്നിട്ടുണ്ടല്ലോ. അവിടെ കാണിച്ചു. വാ തുറക്ക് സുഹൃത്തെ, വാ തുറക്കണോ? എന്നാലേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല നിങ്ങളിൽ എത്ര ചെയ്താലും വാ തുറക്കും തോന്നുന്നില്ല. കാര്യം എന്താ? അത് പുള്ളി ഭാര്യയുടെ മുമ്പിൽ വാ തുറക്കില്ല. അങ്ങനെയാണ്. ഒന്നി അവരെ പിടിച്ച് ബാക്കിൽ നടത്തണം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം കുറച്ച് മാറുന്നത്. ഓക്കെ. ഭാര്യ പോയി ഇനി തുറക്കാം. ഇനി ധൈര്യമായിട്ട് വെക്കുക. അല്ലേ പലപ്പോഴും ഒന്ന് വാ തുറക്കാനുള്ള അനുമതി കൊടുക്കണം കേട്ടോ. മാസ്ക് എടുത്ത് കളഞ്ഞു. സാറെ പേരെന്താ? ഗംഗാധരൻ. ഞാൻ ഗംഗാന്നാ വിചാരിച്ചത്. ഗംഗാധരൻ. ഞാൻ ഗംഗാധരൻ. നിങ്ങളാണോ? അല്ല, എന്റെ 55 വയസ്സ്. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ വരും സാർ. ഹസ്ബൻഡ് വരുമ്പോ പോയി നിൽക്കൂ. ഒരു മിനിറ്റ്. ഇല്ല, ഞാൻ ഇത്ര നേരം ക്യൂല് നിന്നല്ലേ സാർ. ഒരു മിനിറ്റ് സാർ, എവിടെ എത്തിയെന്ന് ചോദിക്കട്ടെ. ഹലോ ചേട്ടാ, എത്തിയോ? ഈ പരിപാടി ഇവിടെ നടക്കുമല്ല. ഇവർക്ക് വേണമെങ്കിൽ ഇവരിവിടെ നോട്ടെ, എന്നിട്ട് പോയി RT-PCR എടുത്തോട്ടെ. ഇവരുടെ ഹസ്ബൻഡിന് വേണമെങ്കിൽ അയാൾ ഇവിടെ ക്യൂ നിൽക്കണം. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന വെറുതെ അല്ല, ഞങ്ങൾ സമ്മതിക്കുമല്ലോ. നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇത്ര നേരം ഞാൻ ക്യൂ നിന്നോട്ടില്ല. ഞാൻ ഇത് കൊടുത്തത് എന്റെ ഹസ്ബൻഡ് ഇവിടെ എത്തിയല്ലോ. എന്തൊക്കെയോ പറയണേ. നീ എന്റെ പാലക്ക് എന്ത് വൃത്തിയാണ് പറഞ്ഞത്? ഇവിടെ തനിക്ക് RT-PCR എടുക്കണം, താൻ ഇവിടെ നിൽക്കണം. അല്ലാതെ പെണ്ണുമ്പിള്ളയല്ല പറഞ്ഞു കൊടുത്തത്. ഞാൻ ബഹളം വെക്കും
സമ്മതിക്കത്തില്ല. പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിക്കും. നിങ്ങളിവിടെ എന്ത് ടെസ്റ്റിനാ വന്നത്? കൊറോണ ടെസ്റ്റിനാ വന്നത്. സാമൂഹിക അകലം പാലിക്കണം എന്ന് എത്ര പ്രാവശ്യം പറയാറുണ്ട്? അത് പറഞ്ഞൊരു കാര്യമുണ്ടോ? നിയമപരമായി എന്നിട്ട് നിങ്ങൾ ഇവിടെ കിടന്ന് കെട്ടിപ്പിടിച്ചിരുന്നാല് അയാൾക്ക് കൊറോണ ഉണ്ട് എന്ത് ചെയ്യും നിങ്ങള്? അല്ല അത് നിങ്ങൾക്കൊണ്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്തായിരുന്നു പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ സാറേ, എത്ര നേരമായിട്ട് ക്യൂ നിൽക്കുന്നു സാർ. എന്റെ കോലം കണ്ട് ഈ ചൂടത്ത് വേർത്തൊലിച്ച് ഇവിടം വരെ വന്നിട്ട് ഈ പരിപാടി അത് സമ്മതിക്കത്തില്ല. അതാണോ പ്രശ്നം? അത് തന്നെ. നിങ്ങൾ അങ്ങോട്ട് നോക്കണോ? ഒരു മനുഷ്യൻ രാവിലെ മുതൽ നിൽക്കുക, ബാത്റൂമിൽ പോവില്ല, നന്നായി ശ്വാസം എടുക്കാൻ പറ്റൂല. ഇതുപോലെ ആയിരങ്ങൾ ആതുര സേവന രംഗത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരം മഹാമാരികൾ ചെറുത്തിക്കാൻ പറ്റുന്നത്. നമ്മൾ എല്ലാവരും വിചാരിച്ച കാര്യങ്ങൾ നടക്കുള്ളൂ. അത് ഒറ്റക്കെട്ടി ആരും പേര് നടക്കില്ല. ഞങ്ങൾ ചെയ്യുന്നതിന്റെ പകുതിയെങ്കിലും ആത്മാർത്ഥങ്ങൾ കാണിക്കും. അത് ആ മാസ്ക് എടുത്ത് വെക്കും. വെക്കണം, അവനവന്റെ തന്നെ എടുത്ത് വെക്കണം. എന്നിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം, ബ്രേക്ക് ദ ചെയിൻ.